ഡൽഹി തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും ഏതു വിധേനയും അധികാരം നിലനിർത്താനായി ആം ആദ്മിയും ബി.ജെ.പിയും കോൺഗ്രസും പോരാട്ടത്തിനൊരുങ്ങുകയാണ്. എങ്ങനെയും തങ്ങൾക്ക് അധികാരം പിടിച്ചെടുത്തേ മതിയാവൂ എന്ന നിലപാടിൽ ബി.ജെ.പി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ കോൺഗ്രസും നിലവിൽ സർവ്വസന്നാഹങ്ങളുമായി തന്നെയാണ് കളത്തിലിറങ്ങുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ആം ആദ്മിയെയും ബി.ജെ.പിയെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് ഇതൊരു പോരാട്ടമാണ്. തലസ്ഥാനത്ത് നഷ്ടപ്പെടാൻ ഒന്നും ബാക്കിയില്ലെങ്കിലും രാഷ്ട്രീയ അടിത്തറ നിലനിർത്താനായി ഏതാനും സീറ്റുകളെങ്കിലും കോൺഗ്രസിന് വിജയിച്ചേ മതിയാവുകയുള്ളൂ. അതിനായി സർവേ തന്ത്രവും അവർ പുറത്തെടുക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും ആം ആദ്മിയെയും ബി.ജെ.പിയെയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന രീതിയിലാണ് ചില കോൺഗ്രസ് നേതാക്കൾ വിശേഷിപ്പിക്കുന്നത്. ഒരു കാലത്ത് ഉറച്ച വോട്ട് ബാങ്ക് ആയിരുന്ന ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും പിന്തുണ വീണ്ടും ആർജിക്കുകയാണ് ഇതിലൂടെ കോൺഗ്രസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയേക്കാൾ ആം ആദ്മിയെയാണ് കോൺഗ്രസ് നിരന്തരം ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച സീലംപൂരിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ രാഹുൽ ഗാന്ധി തന്നെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ആം ആദ്മി കവർന്നെടുത്ത വോട്ട് ബാങ്ക് തിരിച്ചു പിടിച്ചാൽ മാത്രമേ ഡൽഹിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിലാണ് പാർട്ടി ഇത്തരമൊരു തന്ത്രം പുറത്തെടുത്തതെന്ന് തിരഞ്ഞെടുപ്പ് നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. ആം ആദ്മി പാർട്ടി സജീവമാകുന്നതിന് മുൻപ്, അതായത് 2013 മുൻപ് 40% മുകളിലായിരുന്നു ഡൽഹിയിലെ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം. 2013 തിരഞ്ഞെടുപ്പിൽ അത് 24.5%. തുടർന്ന് 2015 തിരഞ്ഞെടുപ്പിൽ 9.6%, 2020 4.2% കൂപ്പുകുത്തി. മറുവശത്ത് കോൺഗ്രസ് കോട്ടകൾ പിടിച്ചെടുത്തു മുന്നേറിയ ആം ആദ്മി പാർട്ടി തങ്ങളുടെ വോട്ട് വിഹിതം 50% മുകളിലേക്ക് ഉയർത്തി. 2015 54.3%, 2020 53.5% ആം ആദ്മിയുടെ വോട്ട് വിഹിതം. തുടർച്ചയായ പരാജയം നേരിട്ടതോടെ പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക്, സംഘടനാ പ്രവർത്തനങ്ങളിലെ പോരായ്മ, വിഭാഗീയത തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളും കോൺഗ്രസും നേരിടുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ സീറ്റിലും ശക്തമായ മത്സരം നടത്താനുള്ള സംഘടനാ ശേഷിയും ആൾബലമോ കോൺഗ്രസിനില്ല. ഈ സാഹചര്യത്തിൽ തങ്ങൾക്ക് മികച്ച പ്രകടനം നടത്താൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിയ 20-25 സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ടു പോകുന്നത്. ഈ സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ തങ്ങളുടെ പരമ്പരാഗത വോട്ടർമാരെ തിരിച്ചുപിടിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2020 ഡൽഹി കലാപത്തിൽ അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ച നിലപാടും രാഹുൽ ഗാന്ധി അക്രമബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചതും കോൺഗ്രസിന്റെ മുസ്ലിം സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പ്രചാരണ വേളയിൽ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. തങ്ങളുടെ പ്രശ്നങ്ങൾക്കായി ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്ന ഒരാളായി രാഹുൽ ഗാന്ധിയെ മുസ്ലിം സമൂഹം കാണുന്നുവെന്നും ഇത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുന്നുവെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ പലസ്തീൻ പിന്തുണയും വലിയ തോതിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. 2020 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സീറ്റും നേടാനായില്ലെങ്കിലും 13% മുസ്ലിം വോട്ടുകൾ ലഭിച്ചു. ആം ആദ്മി പാർട്ടി 83% മുസ്ലിം വോട്ടുകളും സ്വന്തമാക്കി. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഈ സമവാക്യത്തിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ.